കയറി എന്ന് പറയുന്ന ആ രണ്ടുപേരുടെ അതൊരു ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകല്ലേ. ഈ ശബരിമലയിൽ പോകുന്നത് അയ്യപ്പനെ കാണാനും ദർശനം കിട്ടാനും വിശ്വാസമല്ലേ. ഈ വിശ്വാസികളെ കാണല്ലോ അവിടെ പോകേണ്ടത്. നമ്മൾ മറ്റു പോകുന്നത് വെല്ലുവിളിക്കാൻ വേണ്ടി പോകുന്നത് സമൂഹം അംഗീകരിക്കില്ല. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഈ നവോത്ഥാന മതിലിനെ ചിലര് ഹൈജാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെ. അതൊന്നും എനിക്ക് തോന്നില്ല. എന്തോ അന്നൊരു ഇതൊക്കെ ഒരു ഇത് ഞാനെന്താ അന്ന് വെല്ലുവിളിച്ച് കളയാന്നുള്ള മട്ടിൽ ചിലർക്ക് തോന്നിയത്. അതിനോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായിട്ട്. കാരണം നവോത്ഥാന മതിലിന്റെ എല്ലാ എന്താ പറയുക പുരോഗമനവും അതെ, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അത് തന്നെ വളരെ മോശമായിട്ടുള്ള നമുക്ക് സമൂഹം അംഗീകരിക്കാത്ത ചില വേഷത്തിലൊക്കെ അതൊരു വെല്ലുവിളിയാണ്. അത് ഭക്തജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല അയ്യപ്പനോടായാലും വേണ്ടിയില്ല, ഗുരുവായൂരായാലും വേണ്ടിയില്ല, നമ്മളൊരു വെല്ലുവിളി നടത്തുന്നത് വിശ്വാസികൾ അംഗീകരിക്കില്ല. വിശ്വാസികളുടെ വിശ്വാസവും സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അല്ലേ. അവരെ ബോധ്യപ്പെടുത്തൽ മാത്രമല്ല, അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളവരാണ് സമൂഹം, ഗവൺമെന്റും സമൂഹവും. നമ്മളെല്ലാം വിശ്വാസികൾക്കെതിരായി നിന്ന് വിശ്വാസികളെ യുദ്ധപ്രഖ്യാപനം നടത്താൻ നമുക്ക് പറ്റില്ല. കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രിയും MP-യും CPM-ന്റെ നേതാവുമൊക്കെയായ PK ശ്രീമതി വർഷങ്ങൾക്ക് ശേഷം ശബരിമല വിഷയത്തിൽ കുമ്പസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് തന്നെയല്ലേ അന്ന് ശബരിമല പ്രക്ഷോഭമുണ്ട സമയത്ത് ലക്ഷോപലക്ഷം വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശ്വാസമുള്ള ഏതെങ്കിലും യുവതികളാണ് തങ്ങൾക്ക് ശബരിമലയിൽ പോകണം അല്ലെങ്കിൽ അയ്യപ്പനെ അവിടെ വെച്ച് കാണണമെന്നൊക്കെ ആവശ്യപ്പെടുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ഒരു ചർച്ചയ്ക്കൊരു വിഷയമായിരുന്നു, ചർച്ച ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. പക്ഷേ അത് അങ്ങനെയല്ലല്ലോ അന്ന് സംഭവിച്ചത്. എന്തിനാണ് ശബരിമലയിൽ പോകുന്നത്? അയ്യപ്പനെ കാണാൻ, തൊഴാൻ, പ്രാർത്ഥിക്കാൻ. അല്ലാതെ പോയി പ്രഹസനം കാണിക്കാൻ വേണ്ടി ഉള്ളവർക്കുള്ള സ്ഥലമല്ലല്ലോ ശബരിമല. പക്ഷേ സർക്കാർ കൂടി കൂട്ടുനിന്ന് എന്താണ് കാണിച്ചത്? വെല്ലുവിളിക്കുകയായിരുന്നു. പ്രതികാരവാജ്ഞയോടെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില നടപടികൾ എടുക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ വനിതാ മതിൽ കെട്ടി. ഇവരാദ്യം ഈ ശബരിമലയിൽ കയറിയത് ശരിയായില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത വലിയ വിവാദമാവാൻ തക്ക ഒരു കാര്യം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് PK ശ്രീമതി. അതെന്താണെന്ന് ചോദിച്ചാൽ, സമൂഹം അംഗീകരിക്കാത്ത വേഷമിട്ടുകൊണ്ട് വനിതാ മതിലിൽ പങ്കെടുത്തു എന്നൊരു പരാമർശം അവിടെ നടത്തുന്നുണ്ട്. എന്താണ് ഈ സമൂഹം അംഗീകരിക്കാത്ത വേഷം? വനിതാ മതിലിൽ നമ്മൾ കണ്ട വേഷം ഇതാണ്. സാധാരണ വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടൊരു വേഷം ഈ പർദ്ദയും ഹിജാബും ഒക്കെ ഇട്ട് നിൽക്കുന്ന വേഷത്തിലാണ് കണ്ടത്. അതാണോ ഇവർ പറഞ്ഞ സമൂഹം അംഗീകരിക്കാത്ത വേഷം? അത് തന്നെയായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള വനിതകളൊക്കെ ചുരിദാറോ സാരിയോ അല്ലെങ്കിൽ പാവാടയോ ബ്ലൗസോ അതുപോലുള്ള വേഷമൊക്കെ ഇട്ടാണ് നിന്നത്. അതൊക്കെ സമൂഹം അംഗീകരിക്കുന്ന വേഷമാണ്. പിന്നെ വ്യത്യസ്തമായി കണ്ടത് ഈ പർദ്ദയും ഹിജാബും മുഖവും മൂടിയിട്ട നിന്ന വേഷമൊക്കെയാണ്. അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷേ സമൂഹം അംഗീകരിക്കാത്ത വേഷം എന്ന് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ പൂർത്തിയായി എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ വികാരങ്ങൾ മാനിക്കേണ്ടതായിരുന്നു എന്നൊരു ബോധ്യം അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരിക്കുന്നു. കാതലായിട്ടുള്ള കാര്യം, ആർക്കാണ് ശബരിമലയിൽ പോവേണ്ടത് എന്നാണ്. ആരാണ് തങ്ങൾക്ക് ശബരിമലയിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാണ്. ശബരിമല തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല ശബരിമല. തീർച്ചയായിട്ടും അതൊരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ്. അവിടെ നാനാജാതി മതസ്ഥരും പോകുന്നുണ്ട്, മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പോകുന്നുണ്ട്. ആർക്കും അവിടെ വിലക്കൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു അർത്ഥത്തിൽ അതൊരു മതേതര സ്ഥലമാണ് എന്ന് പറയാം. പക്ഷേ ഹൈന്ദവരല്ലാതെ അയ്യപ്പനെ മറ്റാരെങ്കിലും ഇത്രമേൽ ആരാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യപ്പനും ദൈവമാണ് അല്ലെങ്കിൽ അയ്യപ്പനെയും ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന തരത്തിൽ പറയുന്ന മറ്റ് മതസ്ഥർ കാണും. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ അയ്യപ്പൻ എന്നതൊരു വികാരമായി കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ ദൈവമായിട്ട് കാണുന്നത് ബഹുഭൂരിപക്ഷവും ഹൈന്ദവരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു ഹൈന്ദവ ആരാധന കേന്ദ്രമാണ്, ആലയമാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ശ്രമിച്ചത്. അവരാണ് അവിടെ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ചത്. അല്ലാതെ അയ്യപ്പനെ കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച, അവിടെ പോയി കണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു യുവതികളും അത് ആവശ്യപ്പെട്ടില്ല. അവിടെ തന്നെയാണ് ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചത്. ആരാണ് അവിടെ കയറിയതെന്നും ആരാണ് അവിടെ കയറാൻ വേണ്ടിയിട്ട് വനിതാ മതിൽ കെട്ടാൻ വേണ്ടി ഏത് വേഷത്തിൽ നിന്നത് എന്നാണ് ഇവിടെ PK ശ്രീമതി ചോദിച്ചത്. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹത്തിനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിന് കൂട്ടുനിന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും പ്രത്യേകിച്ചും CPM-ഉം. അതിലെ ഒരു കണ്ണുകൂടിയാണ് ഈ PK ശ്രീമതി. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ആ തെറ്റ് മനസ്സിലാവുകയും അവർ ഏറ്റുപറയുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ സമൂഹം അംഗീകരിക്കാത്ത ഒരു വേഷത്തെപ്പറ്റി അവർ പരാമർശിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് വിവാദമായതിനു ശേഷം ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മറ്റേയാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണ് എന്ന് പറയാനും അവർ മടിക്കില്ല. കാരണം U-ടേൺ അടിക്കാൻ ഇവരെ കഴിഞ്ഞേ, കമ്മ്യൂണിസ്റ്റുകളെ കഴിഞ്ഞേ ലോകത്ത് മറ്റാരുമുള്ളൂ.